പ്രണയത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന, അല്ലെങ്കിൽ അത് വേണ്ട, ഒരു ലക്ഷ്യത്തിന് വേണ്ടി എത്രത്തോളം മുന്നോട്ട് പോകും? അങ്ങനെയെങ്കിൽ സ്വീഡനിലെ ഇന്ത്യക്കാരനായ ചിത്രകാരൻ PK മഹാനന്ദിയുടെ കഥ പറയാം. തൻ്റെ പ്രണയിനിയെ കാണാൻ ഇന്ത്യയിൽ നിന്ന് സ്വീഡൻ വരെ ഒരു സൈക്കിളിൽ സഞ്ചരിച്ച കാമുകനായ മഹാനന്ദിയ. ഒഡീഷയിലെ അത്തമലിക് ഗ്രാമത്തിൽ ദളിത് കുടുംബത്തിൽ ജനിച്ച മഹാനന്ദിയ ചെറുപ്പകാലം തൊട്ട് തന്നെ ജാതിയുടെയും നിറത്തിൻ്റെയൊക്കെ പേരിൽ അവഗണനകൾ മാത്രം നേരിട്ട വ്യക്തിയായിരുന്നു. നിലത്തിരുന്ന് പഠിച്ചും ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിച്ചും അവന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടി വന്നു. ഡൽഹി ആർട്സ് കോളേജിൽ സ്കോളർഷിപ്പോട് കൂടി പ്രവേശനം നേടി. പക്ഷേ സ്കോളർഷിപ്പ് തുക കൊണ്ട് മാത്രം പഠനം മുന്നോട്ട് പോയില്ല. ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ ചിത്രകലയ്ക്കായി അദ്ദേഹം ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അവരുടെ പോർട്രേറ്റ് വരച്ചു കൊടുത്തു. ഒരു ദിവസം ഒരു വിദേശ യുവതി മുന്നിൽ വന്നിരുന്ന് ചിത്രം വരച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൂട്ടുകാർക്കൊപ്പം ഇന്ത്യ കാണാനെത്തിയ സ്വീഡിഷുകാരിയായ ഷാർലെറ്റ് വോൺ ഷെദ്വി. മഹാനന്ദിയെ വരച്ച ചിത്രം ഷെദ്വിന് ഇഷ്ടമായില്ല. അടുത്ത ദിവസം വീണ്ടും ഷെദ്വിനെത്തി. ഇത്തവണയും വരച്ചത് ശരിയായില്ല. പക്ഷേ അവരുടെ സൗഹൃദം വളരുകയായിരുന്നു. അവർ ഒന്നിച്ചായി പിന്നീട് ഓരോ യാത്രകളും അവരെ കൂടുതൽ അടുപ്പിച്ചു. ഇരുവരും വിവാഹിതരായി. ഷെദ്വിന് ചാരുലത എന്ന പേരും സ്വീകരിച്ചു. ഷെദ്വിൻ തിരികെ പോകേണ്ട സമയമായി. എത്രയും പെട്ടെന്ന് സ്വീഡനിലെ ബോറിസിലെത്തി ഒന്നിച്ച് ജീവിക്കാമെന്ന് രണ്ടുപേരും വിചാരിച്ചു. മഹാനന്ദിയ അവൾക്ക് വാക്കു നൽകി. 1 വർഷം കടന്നുപോയി. ഇരുവരും കത്തുകളിലൂടെ സ്നേഹം കൈമാറി. സ്വീഡനിലേക്കുള്ള വിമാന ടിക്കറ്റിനുള്ള പണം കണ്ടെത്താൻ മഹാനന്ദിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം ഉള്ളതെല്ലാം വിറ്റുപുറക്കി ഒരു സൈക്കിൾ വാങ്ങി. മിച്ചം വന്ന കാശും കുറച്ച് ബ്രഷും പെയിന്റുമായിട്ട് യാത്ര തിരിച്ചു. ആദ്യം അഫ്ഗാനിസ്ഥാനിലേക്ക്, അവിടെ നിന്നും ഇറാൻ, പിന്നെ തുർക്കി, ബൾഗേറിയ, യൂഗോസ്ലാവിയ, ജർമ്മനി, ഓസ്ട്രേലിയ. അങ്ങനെ 4 മാസവും 3 ആഴ്ചയും എടുത്ത് 10,000 കിലോമീറ്റർ ദൂരം അദ്ദേഹം സൈക്കിൾ ചവിട്ടി. യാത്രയിൽ പട്ടിണി കിടക്കേണ്ടി വന്നു. ആരോഗ്യം മോശമായി. ഭാഷ വലിയ പ്രശ്നമായി. പക്ഷേ അതൊന്നും മഹാനന്ദിയെ പിന്നോട്ട് വലിച്ചതേയില്ല. ആളുകൾക്ക് ചിത്രം വരച്ചു കൊടുത്ത് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തി. ഓരോ സഹായ ഹസ്തങ്ങളിലൂടെ ഓരോ രാജ്യങ്ങളും കടന്നുപോയി. ജർമ്മനിയിൽ മയക്കുമരുന്ന് കടത്തുകാരനാണോ എന്ന സംശയത്തിൽ പോലീസ് പിടികൂടുന്ന സാഹചര്യം പോലും വന്നു ചേർന്നു. ഒടുവിൽ അങ്ങനെ സ്വീഡനിൽ അദ്ദേഹം കാലുകുത്തി. സ്വീഡിഷുകാരിയായ ഭാര്യയെ കാണാനാണ് വന്നതെന്ന് സ്വീഡിഷ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടും അദ്ദേഹം അത് വിശ്വസിച്ചില്ല. കറുപ്പ് തൊലിയുള്ള ഇന്ത്യക്കാരെ സ്വീഡിഷ് യുവതി വിവാഹം കഴിക്കുമെന്നവർ വിശ്വസിച്ചില്ല. ഒടുവിൽ ഷെദ്വിന്റെ മുന്നിലെത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥരും വിശ്വസിച്ചത്. ഇരുവരുടെയും സ്നേഹത്തിന്റെ ആഴമായിരുന്നു ആ യാത്രയിൽ മഹാനന്ദിയുടെ ഇന്ധനം. അടിയുറച്ച ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ പോലെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്വപ്നം കണ്ടേ മതിയാവുകയുള്ളൂ. പ്രതിസന്ധികളും പ്രതിബദ്ധങ്ങളും ഒക്കെ വന്നപ്പോൾ തൻ്റെതായ ശ്രമങ്ങളിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിയ മഹാനന്ദിയ ആ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണൂ, അത് നേടിയെടുക്കൂ. അല്ലെ, സ്വപ്നത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ സ്വപ്നം കാണാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ അങ്ങനെയല്ല. ആ സ്വപ്നങ്ങൾ കണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ നമ്മൾ എന്തുമാത്രം പ്രയത്നിക്കുന്നു എന്നുള്ളതിലാണ് കാര്യമൊക്കെ ഉള്ളത്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? പണിയെടുക്കണം. അങ്ങനെ ആ പണിയെടുത്ത് അത് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് മറ്റൊന്നിനും തരാൻ പറ്റില്ല.